ഹലോ, അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് അരിനുറുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. 4 മണി ചായയുടെ കൂടെ കഴിക്കാവുന്ന നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, അതുപോലെ കറുത്തെള്ളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ജീരകം യൂസ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, അതുപോലെ ഒരു നുള്ള് കായപ്പൊടിയോടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ച് നല്ലവണ്ണം തിളച്ച് വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം സ്പൂൺ കൊണ്ട് നമ്മൾ ചെയ്യാൻ നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്പൂൺ എടുത്ത് പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവോടെ ഇനി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിവയെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് മാറണം. എന്നതിന് ശേഷം നമുക്ക് മാവ് മാറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു മാവ് നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ഷേപ്പിലോട്ട് മാറ്റിയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ മാറ്റിയെടുക്കാം. റൗണ്ടായിട്ട് നമുക്കതിനൊന്ന് മടക്കി എടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഡിഫിക്കൽട്ടൊന്നുമല്ല, കുറച്ച് ടൈം ആവശ്യമുണ്ടെന്നേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. പിന്നീട് നമുക്ക് ബേക്കറി സ്റ്റൈലിൽ നുറുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളിയും കറിവേപ്പിലയാണ്. ഇത് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെളുത്തുള്ളിയും വേപ്പിലയും നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി നല്ല സ്ലൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ശേഷം നമുക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ഞാനിവിടെ ഈ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തത്. നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ മാറ്റി വെച്ച് വെളുത്തുള്ളി വേപ്പിലയെ വെളിച്ചെണ്ണയിൽ മുക്കിയതിന് ശേഷം ഇത് നേരെ മാറ്റി വെക്കാം. നമ്മുടെ നുറുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. Thank you.